അവനറിയില്ലായിരുന്നു. അവനറിയില്ല വരുന്നത്. ഇത് മുന്തിരി ജ്യൂസ് അടിക്കാനല്ലേ. അപ്പൊ ഗൈസ് നമ്മൾ പുറത്തുനിന്നൊരു ബംഗാളി ബംഗാളിയല്ല ഹലോ ഗൈസ്. ഓ മകത്രാൻ തുമ്പോ മുറിച്ചോ പിന്നെയും കൂട്ടി പിടിച്ചിട്ട് നല്ല നല്ല ഇതിന് പഴംപൊരി അമ്മായി സ്പെഷ്യൽ പഴംപൊരി അല്ലേ? ഒന്ന് ഇളക്ക ഇളക്ക അവനറിയില്ലായിരുന്നു. അവനറിയില്ല വരുന്നത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്ന് നമ്മുടെ വീട്ടിൽ നോമ്പ് തുറയാണ്. അപ്പം അതാ രാവിലെ തന്നെ ഉമ്മാനെ ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. മമ്മിയാണ് കുക്ക്, അപ്പൊ നമ്മൾ അസിസ്റ്റന്റ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പൊ ഉമ്മാനെയും കൂടി വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പിന്നെ ഇന്ന് തന്നെയാണ് കേട്ടോ മിഥുരാജിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ വീട്ടിൽ നോമ്പ് തുറ വെച്ചത്. ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒരു 20 നോമ്പൊക്കെ കഴിഞ്ഞ് ആ ടൈമിലാണ് വെക്കാറ്. അപ്പോൾ ബർത്ത്ഡേ ആയ കാരണം അപ്പോൾ അതങ്ങനെ നോമ്പ് തുറയിൽ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ കുറേ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ പരന്ന് കിടക്കുന്നത്. നമ്മൾ പുറത്തുനിന്നൊരു ബംഗാളിയല്ല കഴിയാ ക്ലീൻ ആയല്ലോ അല്ലേ? ആരും വേണ്ട. ആ കൊഴപ്പൊന്നുമില്ല, കുട്ടികള് പാത്രമൊക്കെ കഴിയിട്ട് വലുത് വെള്ളമാണ് താഴെ. അപ്പം അങ്ങനെ നമ്മുടെ ഫുഡ് വയ്ക്കാനുള്ള പാത്രം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഐറ്റംസ് ഇനി ഇടാം കേട്ടോ. അപ്പോൾ ആദ്യം ചിക്കൻ ഇട്ടു, പിന്നെ തക്കാളി, മല്ലിയില, പുതിനയില, 2 തരം ജീരകം, പിന്നെ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇട്ട് പിന്നെ മാഗി ക്യൂബും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മൊത്തത്തിൽ മിക്സ് ചെയ്ത് സെറ്റാക്കി മാറ്റി വെക്കുകയാണ്. ഹായ് പറ പോവാ. ചേട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രണ്ടിലേക്ക് വന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ അതാ മിഥുലാജിൻ്റെ ഫ്രണ്ട് ഏബിൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ദാ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ ദാ ഉമ്മ അതിൽ ഇനി കുരുമുളകും കൂടി ഇട്ട് സെറ്റാക്കി. ആ ഗിഫ്റ്റ് ഓ ഇത് കൊണ്ടിട്ടാ വന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചതച്ച പേസ്റ്റാണ് കേട്ടോ ചേർക്കണത്. അത് ചേർക്കണുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ഓയിലും പിന്നെ സ്പൈസസ് ഇല്ലേ, പട്ട, കരിയാമ്പൂ, അങ്ങനത്തെ അതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കുകയാണ്. ഗൈസ്, ആരെങ്കിലും ഫ്രീ ഫയർ കളിക്കണമെങ്കിൽ UID കമന്റിൽ ഇടാട്ടോ. ഞാൻ അവരുടെയൊക്കെ ഫ്രണ്ട് ആക്കും, ഒരുമിച്ച് കളിക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കളറാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടുള്ള റെഡ് കളർ ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യാണ്. ഇപ്പൊ ഇതാ റൊണാൾഡോ ഇതാ ഒരു ഗോൾ അടിക്കാൻ പോവുകയാണ്. ഓ നല്ലൊരു ഗോൾ. ഉപ്പുണ്ടോന്നൊക്കെ തിരിച്ചു ഇന്നലെ കഴുകാൻ ഏൽപ്പിച്ചിട്ട് മനസ്കരിക്കാൻ പോയിക്കളി. ഇപ്പൊ കാണുമ്പോ എല്ലാ പണി ഞാൻ നോ 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 ഞാന് ഹെൽപ്പർ, മമ്മി മെയിൻ. ഹിന്ദിക്കാരോട് നോമ്പ് തുറക്കാൻ പറ്റും. അയ്യോ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു കേട്ടാ.
ഇല്ല ഹിന്ദിക്കാരോടേക്ക് പോയി. അതാ ശരി, വാ വാലടക്കി ഉള്ളവര് മതി. എന്റെ കുട്ടി വരാണ്ടില്ല. എവിടെ മമ്മയുടെ കുട്ടി വന്ന് നോക്കട്ടെ, കുട്ടീനെ ഒന്ന് കാണട്ടെ. ഇങ്ങോട്ട് വാ. കുട്ടി ഗോവേനൊപ്പം ഇവിടെ എത്തിയല്ലോ. അമ്പോ സൂപ്പർ. എല്ലാം ഇന്നലെ മേടിച്ച പുതിയതാണ്. സൂപ്പറായിട്ട് ചെരുപ്പടക്കം പുതിയ അതൊക്കെ ഇന്നലെ മേടിച്ചാ. അതൊക്കെ വലിയ ചെരുപ്പ് എന്നിട്ട് പറയാം ലൂസുള്ളത് എനിക്ക് ഇഷ്ടത്ര ലുക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട. എത്ര ഉപ്പിട്ടുണ്ട്? അല്ല അല്ല ഞാനിട്ട് കുറച്ചുണ്ടല്ലോ. അതിനുശേഷം പൊടി ഇട്ടില്ലേ? ആ അപ്പൊ വേണമെങ്കിൽ എന്താ പൈസ അടി നിന്നിട്ട് ഓടിക്കാൻ പറ്റുമോ? ഓടിച്ചു മാമ നോക്കട്ടെ. ആ ബാക്കിന്ന് മാറി ഓടിച്ചോ. അമ്പോ പൊളി പൊളി. ഇങ്ങോട്ട് വാ, ഓപ്പോസിറ്റ് വാ, മമ്മയുടെ അടുത്തേക്ക് വാ. ഓടിച്ചിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് വാ. പിന്നെ ആ ഇനി ഓടി വാ. ഇങ്ങോട്ട് വാ, വേം വാ. മമ്മ വെയിലത്ത് നിൽക്കണ, വേം വാ. ഓ ഇവിടെ എന്താ പരിപാടി മിഥിലാജേ? വേം വാ, വേം ഓടിയാ. വേം വരുമോ മമ്മ വെയിലത്ത്? ആ ഓടിക്കൂടാ. ആണോ? അങ്ങോട്ട് പോയല്ലേ, നേരെ വാ. വാ വാ. അമ്പോസീനെ. ഓ പൊളി. ആ ഉള്ളി ഇവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. അതാണ് ഗൈസ് നമ്മുടെ അവിടെ. ഇതെന്ത് പരിപാടി ആണോ? ഓ സെറ്റ്. അവിടെ അടുപ്പില്ലാത്ത കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് ഫുഡ് ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മളിതാ ഒരടുപ്പിൽ നമ്മൾ വറവ് വെച്ചിട്ടുണ്ട് കേട്ടോ. പഴംപൊരിയാണ്. അപ്പോൾ അതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേണ്ടവരൊക്കെ പിച്ചി പറിച്ചെടുക്കുക. അപ്പോഴേക്കും പിന്നെ ഇതാ ഇത്തയും പിള്ളേരൊക്കെ വന്നു വിളിച്ചിട്ട് അപ്പൊ നമ്മളെ വീട്ടില് കാണാണ്ടായപ്പോ ഇതാ നമ്മൾ അന്വേഷിച്ചു വരിക. ഞാൻ വീട് മാറി. ഓ തിരിച്ചു വന്ന ഫുഡിൻ്റെ കാര്യത്തിൽ ഇതാ ഏറെക്കുറെ സെറ്റായി വരാൻ കേട്ടോ. ചിക്കൻ ദാ അതിലിട്ട് ഒന്ന് ഇളക്കി അത് കുറച്ച് കുക്കായി കഴിഞ്ഞാൽ നമ്മളിതാ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ റൈസിലെ അതതിൻ്റെ മുകളിലിടാണ്. എന്നിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ദമ്മിടുന്ന പോലെ സെറ്റാക്കും. അപ്പുറത്ത് ഇതാ പഴംപൊരി ആവുന്നുണ്ട് കേട്ടോ. അടുപ്പിൻ്റെ അവിടെ കാരണം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും നമ്മളിതാ ഗ്യാപ്പിട്ട് ആ റൈസൊക്കെ എല്ലായിടത്തേക്കും ഇങ്ങനെ സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ മേടിച്ചിട്ട് ഉമ്മ പിന്നെ അതെല്ലാം ഓക്കെ ആക്കി. അത് ഇതാ ഫൈനൽ സ്റ്റെപ്പാണ് കേട്ടോ മന്തിയുടെ സ്മോക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഉമ്മ അതിലിതാ കണലൊക്കെ ഇട്ടിട്ട് അതിൽ ഓയിലൊക്കെ വെച്ച് സ്മോക്ക് ചെയ്ത് അടച്ചു വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ മന്തിപ്പരിപാടി കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞത് ഗൈസ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഒന്നുകൂടി മുറിക്കണു. ഇത്രയും കഴിയുമ്പോ ഓ മക ഇത്ര തുമ്പ മുറിച്ചോ പിന്നെയും കൂട്ടി പിടിച്ചിട്ട് സെറ്റ്. നല്ല നല്ല ഇതല്ലേ കാണാൻ. ഇതെന്തുമ്മ തരിക്കഞ്ഞിയാ സേമിയ കുഞ്ഞാത്ത കൊണ്ടുവന്ന് വെറൈറ്റി തണ്ണിമത്ത് ആണോ? പക്ഷെ നമുക്ക് വെറൈറ്റിയാ. നമ്മള് അവിടെ മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഓർമ്മയിലില്ല. ഞങ്ങളിവിടെ മേടിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കേക്ക് മേടിച്ചിട്ട് വരാനിട്ടെന്ന് മിഥിലാജിൻ്റെ ബർത്ത്ഡേയും കൂടിയല്ലേ. അപ്പോൾ പിള്ളേരൊക്കെ വരുമ്പോൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോമ്പ് തുറന്നതിന് ശേഷം കട്ട് ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ആ കേക്കൊക്കെ മേടിച്ചേക്ക് വരുന്നത്. ഇത് തുറന്ന് കാണിക്കുകയാണ്. അവൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഞാൻ കേക്ക് ഉണ്ടാക്കണ കാരണം ഞാൻ തന്നെയാണ് വീട്ടിലുണ്ടാക്കാറ്. അത് അവന് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടറും അങ്ങനെയൊക്കെ വെച്ച് തീം ഇട്ടിട്ട് ചെയ്യാറ്. ഇതിപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനും ബുദ്ധിമുട്ട്, പിന്നെ ക്ഷീണമൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കേക്ക് മേടിച്ചിട്ടാ. അപ്പം ബാങ്ക് കൊടുക്കേണ്ട സമയമൊക്കെ ആവാറായിട്ടാണ്. അപ്പോൾ ഇക്ക എണ്ണക്കടി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാണ്. നമ്മൾ പഴംപൊരി മാത്രം ഇവിടെ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ബാക്കി എണ്ണക്കടികളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി. അമ്മായി സ്പെഷ്യൽ പഴംപൊരി മറ്റേ ബക്കറ്റ് ചിക്കൻ പോലെ ഫാമിലി പഴംപൊരി ഇങ്ങനെയാണെങ്കിൽ പൊട്ടിച്ചു കൊടുത്തിട്ട് വെള്ളം
എല്ലാരും നോമ്പ് തുറക്കുന്ന സാധനം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിട്ട് ക്ഷീണിച്ചിരിക്കരുത്. ക്ഷീണം കൂടുതലുള്ളത് ഈ സോഫയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് താഴെയിരിക്കുന്നവരൊക്കെ ചൂർച്ചൂർക്കോടെ എനിക്ക് ക്ഷീണണ്ടാ? നോമ്പ് ക്ഷീണണ്ടാ? എനിക്ക് എത്ര നോമ്പുണ്ട് വിരാജനുണ്ടോ? കണ്ണൊക്കെ പോയി. അപ്പം എല്ലാവരും കൂടി ഇതാ സെറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കാനുള്ള എല്ലാ ഫ്രൂട്ട്സും എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പാത്രത്തിലൊക്കെ ഇട്ട് എല്ലാവരും കൂടി സെറ്റ് ചെയ്യാണ്. അവിടെ കഴിഞ്ഞില്ല, വെച്ച് കഴിഞ്ഞില്ല. ഓക്കേടാ, ഒക്കെ സെറ്റായോ? അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ നോമ്പ് തുറയൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. പിന്നെ ഇതാ എല്ലാവരും കൂടി ഇതാ ഫ്രണ്ടിലിരുന്ന് സംസാരിക്കായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പിന്നെ അവിടെ നിന്ന് ഫുഡ് നമ്മൾ ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെടുത്ത് കൊണ്ടുവരികയാണ്. ഒന്ന് ഇളക്ക എങ്ങനെയുണ്ട് അച്ഛൻ ഫുഡ്? അങ്ങനെ പിള്ളേരുടെയൊക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ ഇതാ വന്നവരോരോരുത്തരായിട്ട് പോവുകയാണ്. അപ്പോൾ അവരൊക്കെ യാത്ര അയച്ചു. അപ്പോൾ നമ്മുടെ നോമ്പുതുറയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.